السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് നമ്മുടെ മേൽ ഏറ്റവും നിർബന്ധമായ ബാധ്യതയുമാണ്. ആ നിലക്കുള്ള സ്നേഹം നമ്മുടെ അടുക്കൽ ഉണ്ടായില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും യഥാർത്ഥമായ മുഅ്മിനാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ പിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ നിങ്ങൾക്ക് പ്രിയങ്കരനായി തീരുന്നതുവരെ ഒരിക്കലും നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, എത്രമാത്രം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാം ഏറ്റവും അടുത്തവനായി തീരണം എന്നുള്ളതാണ്. സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങളുടെ സ്വന്തം ദേഹത്തേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുത്തവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, എന്നെ കഴിഞ്ഞാൽ ഏറ്റവും എനിക്കിഷ്ടം താങ്കളെയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. നിങ്ങളുടെ സ്വന്തം ശരീരത്തേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുവരെ ഒരിക്കലും താങ്കൾ മുഅ്മിനായി തീരുകയില്ല. എന്നാൽ ഞാൻ അങ്ങനെ എൻ്റെ ശരീരത്തേക്കാൾ താങ്കളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇപ്പോഴാണ് താങ്കൾ മുഅ്മിനായത് എന്ന് പറയുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ജീവനേക്കാളേറെ, നമ്മുടെ ശരീരത്തെക്കാളേറെ സ്നേഹിക്കണം എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ആ സ്നേഹം ഉണ്ടായിത്തീരേണ്ടത്? അതിൻ്റെ മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു ആൽ ഇംറാനിൽ നമുക്ക് കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നിങ്ങളെ സ്നേഹിക്കും. അതേപോലെ തന്നെ അവൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുകയും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചര്യ പിൻപറ്റലാണ്. എങ്ങനെയാണ് ആ ചര്യ നമ്മൾ പിൻപറ്റുക? എങ്ങനെയാണത് ജീവിതത്തിൽ കൊണ്ടുവരിക? അതും വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ റസൂൽ
എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ അത് നിങ്ങൾ പിൻപറ്റുക. എന്തൊരു കാര്യം അവിടുന്ന് വിരോധിച്ചോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട മുറപ്രകാരം നമ്മൾ സ്നേഹിക്കുക. അപ്പോഴാണ് യഥാർത്ഥമായ ദീനിൽ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ യഥാർത്ഥമായ മാർഗത്തിലൂടെ സത്യത്തിലൂടെ മുന്നോട്ട് പോവാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. دعاة للهدى دنيا ودينا على منهاج خير المرسلين وبالحسنى نشق سبيل رشد إلى جنات رب العالمين.